The King of love, my shepherd is, whose goodness fails me never. I nothing like if I am his, and he is mine forever. Where streams of living water flow, with gentle care he leads me, and where the verdant pastures grow, with food celestial feeds me. Perverse and foolish oft I strayed, but each in love he sought me, and on his shoulder gently laid, and home rejoicing brought me. In the dark way I fear no ill, with thee, dear Lord, beside me. Thy rod and staff my comfort still, thy cross before to guide me. And so through all the length of days thy goodness fails me never. Good Shepherd, may I sing thy praise within thy house forever. Good Shepherd, may I sing thy praise within thy house forever. Welcome to another Sunday edition of Kindergarten at Bethesda. I greet you all in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, എൽദോയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. സെക്കൻഡ് സൺഡേ ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റി. ഇന്ന് പ്രധാനമായും നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സസ് 20 through 32. ദൈവത്തിൻ്റെ നിത്യസ്നേഹം എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയത്? യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതിനാൽ, യേശുക്രിസ്തുവിൽ കൂടെ ഈ ലോകത്തെ രക്ഷിച്ചതിനാൽ, നമ്മെ രക്ഷിച്ച സ്നേഹമാണ് യേശുക്രിസ്തു. മനുഷ്യകുലത്തെ എത്രമാത്രം ദൈവം സ്നേഹിച്ചു. അവർ പാപത്തിൽ നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. പാപത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കണം, അവർക്ക് നിത്യജീവൻ ലഭിക്കണം. അതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാലാണ് സ്വപുത്രനെ
കാൽവറിയിലെ ക്രൂശിൽ യാഗമായി അർപ്പിച്ചത്. God so loved the world that he gave his only begotten Son, so that whoever believes in him should not perish, but have everlasting life, eternal life. ഇന്നത്തെ വചനപാഠത്തിലൂടെ പാപത്തിൻ്റെ സകല അധികാരത്തെയും ശക്തിയെയും തൻ്റെ ക്രൂശിലെ ബലിയാൽ തകർത്ത ആ ദൈവശക്തി നാം തിരിച്ചറിയുന്നു. പ്രധാനമായും ഈ വേദഭാഗത്തൂടെ നാം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ നാം തിരിച്ചറിയുന്നത് നമ്മുടെ രക്ഷയുടെ നിശ്ചയമാണ്, രക്ഷാനിർണയം. നാം രക്ഷാനിർണയം പ്രാപിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ അറിയാത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ഈ രക്ഷാനിർണയം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇന്നും അവസരമുണ്ട്. കാൽവറിയിലെ ആ ദൈവസ്നേഹം ഇന്നും ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് കൃപായുഗമാണ്, കൃപയുടെ കാലമാണ്. God is still revealing to the world his eternal love through Jesus Christ for salvation. രണ്ടാമതായി, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച നമുക്ക്, രക്ഷാനിർണയം പ്രാപിച്ച നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, ഒരു ഹോപ്പുണ്ട്. യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും, നമുക്ക് അമർത്യത തരും. ആ ഒരു വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി ആദ്യന്തവിഹീനനായി അഥവാ ആദിയും അന്തവുമില്ലാത്തവനായി ജീവനിൽ വാഴുന്ന ആ ദൈവത്തെ, ആ യേശുവിനെ നമുക്ക് ഇന്നത്തെ വചനഭാഗത്തൂടെ പരിചയപ്പെടാം. നമുക്ക് വായിക്കാം ആ വചനഭാഗം. വേഴ്സ് 20 ഓൺവേർഡ്സ്. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം, ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം കാണുന്നത്
losing one's life in order to gain life. Losing one's life in order to gain it. രണ്ട് ജീവനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ ലൗകിക ജീവിതം അഥവാ ജഡത്തിലുള്ള ഈ ജീവിതം, നമ്മുടെ ജഡീക സ്വഭാവം ഉൾക്കൊള്ളുന്ന ആ ജീവിതം, അത് നിത്യജീവൻ അവകാശമാക്കുകയില്ല. നമ്മുടെ ജഡ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ കാർണൽ ലൈഫ്, അത് നാം ഉപേക്ഷിക്കണം. അത് തിന്മപ്പെട്ടതാണ്. അതിനെ കളയുന്നവന് മാത്രമേ വിശുദ്ധ ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ, ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ലൂസിങ് വൺസ് ലൈഫ് ഇൻ ഓർഡർ ടു ഗെയിൻ ഇറ്റേണൽ ലൈഫ്. യേശുക്രിസ്തു അതാണ് ഈ സുവിശേഷ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഗ്രീസിൽ നിന്നുള്ള കുറെ ആൾക്കാർ, എ ഗ്രൂപ്പ് ഓഫ് ഗ്രീക്സ്, യേശുക്രിസ്തുവിനെ കാണണം എന്ന താല്പര്യത്തോടെ യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസിനെ സമീപിക്കുന്നതാണ് 20-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഗ്രീസിൽ നിന്നുള്ള ഈ ആളുകൾ ഒരുപക്ഷെ മുമ്പ് ഗ്രീസിൽ ചിതറിപ്പാർത്ത യഹൂദന്മാരുടെ പിന്മുറക്കാരായിരിക്കാം, അല്ലെങ്കിൽ പുതുതായി ഇസ്രായേലിന്റെ ദൈവത്തെ സ്വീകരിച്ച് കടന്നു വന്ന ഗ്രീക്കുകാരായിരിക്കാം. Either they are Jewish converts or Gentiles. ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുവാനാണ് അവർ യെരുശലേമിലേക്ക് വന്നത്. പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ യെരുശലേം ദേവാലയത്തിലേക്ക് വന്നവരായിരുന്നു അവർ. എന്തിനാണ് അവർ ഫിലിപ്പോസിനെ സമീപിച്ചത്? അവർ നോക്കിയപ്പോൾ ഫിലിപ്പോസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ്. തന്നെയുമല്ല, ഈ ഫിലിപ്പോസ് താമസിക്കുന്ന സ്ഥലം ബെത്സൈദ, ഗ്രീക്കുകാർ ധാരാളമായി പാർക്കുന്ന ദക്കപ്പലിയുടെ അടുത്താണ്. അവർ തങ്ങളുടെ ആഗ്രഹം ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് ഓടിച്ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. രണ്ടുപേരും കൂടാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്ന് ഇക്കാര്യം പറഞ്ഞത്. ഗുരു, കുറെ ആളുകൾ, ഗ്രീസിൽ നിന്നുള്ള കുറെ ആളുകൾ അങ്ങയെ കാണുവാൻ ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞില്ല, നിങ്ങൾ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യേശുവാണ് ഞാനാണ് ആ യേശു. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊന്നും യേശു പറഞ്ഞില്ല. അവർ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളാണ് യേശു അവരോട് പറഞ്ഞത്. എടുത്താൽ പൊങ്ങാത്ത കുറെ കാര്യങ്ങൾ. വളരെ താല്പര്യത്തോടെ യേശുവിനെ സമീപിച്ചവരോട് എന്താണ് യേശു പറഞ്ഞത്? Jesus replied that the time had come for him to return to his glory in heaven, and that I must fall and die like a kernel of wheat that falls into the furrows of the earth. Unless I die, I will be alone, a single seed. But my death will produce many new wheat kernels, a plentiful harvest of new lives. If you love your life down here, you will lose it. But if you despise your life down here, you will exchange it for eternal glory. എന്റെ നാഴിക അടുത്തിരിക്കുന്നു, മൈ അവർ ഹാസ് കം എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം, മരണം, കബറടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം ഇതൊക്കെയും നടക്കുവാൻ സമയം അടുത്തിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത്. അവർക്കുള്ള നിത്യരക്ഷയ്ക്ക് സാധ്യത സമാഗതമായിരിക്കുന്നു. തുടർന്ന് സാൽവേഷൻ അഥവാ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരുവന് ഏതു വിധമാണ് കടന്നു വരുവാൻ കഴിയുക എന്ന് യേശു അവരോട് പറയുന്നു. അതിന് ഗോതമ്പ് മണിയുടെ കാര്യമാണ് യേശു പറയുന്നത്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും.
ഇറ്റ് റിമെയിൻ ലൈക്ക് എ സിംഗിൾ സീഡ്, അഥവാ അത് ചാകുകയാണെങ്കിൽ അതിൽ നിന്ന് ധാരാളം ധാന്യമണികൾ ഉണ്ടാകും. പാരഡോക്സിക്കലായിട്ടാണ് അവരോട് യേശു ഇത് പറയുന്നത്. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇത്രയും നാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും വിപരീതമായ ഒരു കാഴ്ചപ്പാട്. അതായത് ഒരുവന് നിത്യരക്ഷ അങ്ങനെ അങ്ങ് കിട്ടുകയില്ല. അതിനായി അവൻ വേദന സഹിക്കേണ്ടതായുണ്ട്, സ്വയം വ്യയം ചെയ്യപ്പെടേണ്ടതായുണ്ട്. അവൻ്റെ ജീവിതത്തിൽ മരിപ്പിക്കേണ്ടതായ പല പല കാര്യങ്ങളുമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് നമ്മിൽ നിന്നും നശിച്ചു പോകേണ്ടതായ, ഉപേക്ഷിച്ചു കളയേണ്ടതായ, മരിപ്പിക്കേണ്ടതായ പല പല സംഗതികളുമുണ്ട്. തിന്മകൾ, ദുഷ്കൃത്യങ്ങൾ, ചീത്ത മനോഭാവങ്ങൾ, ചിന്താഗതികൾ, സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, അശുദ്ധി, ദൈവമെന്ന് കരുതി വിശ്വസിച്ചു പോന്ന പാഷാണ്ഡ മതങ്ങൾ, അവയിലെ ആരാധനാ സമ്പ്രദായങ്ങൾ, ആരാധനാമൂർത്തികൾ, ഇതൊക്കെയും നാം ഉപേക്ഷിക്കേണ്ടതായുണ്ട്. അങ്ങനെ വേദനപ്പെട്ട് മരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ശരീര മനസ്സുകൾക്ക് ഉണ്ടാകുന്ന ആ അവസ്ഥയാണ് നിലത്ത് വീണ് ചാകുന്ന ഗോതമ്പ് മണി കാണിക്കുന്നത്. ഇവിടെ വേഴ്സ് 24 അതാണ് പറയുന്നത്. If you love your life down here, you will lose it. But if you despise your life down here, you will exchange it for eternal glory. നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ആ മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുവാനാണ്. അതിനാൽ പാപം വലിച്ചു പറിച്ചു കളയുമ്പോഴുള്ള ആ വേദന നാം സഹിക്കണം. പാപം എപ്പോഴും തരുന്നത് വേദനയാണ്. പാപം പേറുമ്പോഴുള്ള വേദന അതിനേക്കാൾ വലുതാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചത്. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി സ്വയം പാപമാക്കപ്പെട്ടു. ആ വേദന ഭയങ്കരമായിരുന്നു, അത് കഠോരമായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അതാണ് സഹിച്ചത്. നാം മരിക്കണം മരിക്കണം എന്ന് പറയുന്നത് ആ ഉദ്ദേശത്തിലാണ്. ഇത് ഒരിക്കൽ നമുക്ക് സംഭവിക്കുന്ന ശാരീരിക മരണത്തെ പറ്റി അല്ല പറയുന്നത്. അതിനു മുമ്പായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് ജീവിത വിശുദ്ധിയെ പ്രാപിക്കുന്ന അവസ്ഥയെ പറ്റിയാണ്. ജഡം എന്ന ലോക മനുഷ്യന്റെ അവസ്ഥ, കാർണൽ മൈൻഡ്, ജഡസ്വഭാവങ്ങളായ ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, നിഗളം ഇത്യാദി ഒരുപാട് കാര്യങ്ങളുണ്ട്. തിന്മപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നാം പകയ്ക്കണം, ഉപേക്ഷിക്കണം. അങ്ങനെ ഈ ജഡീക മനുഷ്യനെ നാം മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവനായ ആ നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. മരണത്തിന് അധീനമായി ശരീരവും അവസാനം നാം വിട്ടേ മതിയാകൂ. യേശുവിന് വേണ്ടിയാണ്, യേശുവിനെ പ്രാപിക്കുവാനാണ് നാം ഈ ലോകജീവൻ വിടുന്നത്. നമ്മുടെ അഹന്തയും സ്വയകേന്ദ്രീകൃതവുമായ എല്ലാ പരിപാടികളും നാം ത്യജിക്കേണ്ടതായുണ്ട്. ജീവൻ നേടിയെടുക്കുവാനായി ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. ലൂസിങ് വൺസ് ലൈഫ് ഇൻ ഓർഡർ ടു ഗെയിൻ ഇറ്റ്. Verse 26. If these Greeks want to be my disciples, tell them to come and follow me, for my servants must be where I am, and if they follow me, the Father will honor them. Verse 27. Now my soul is deeply troubled. എന്തിനാണ് യേശു ഇത് പറഞ്ഞത്? തനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് ഓർത്താണ്. സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും
തന്മേൽ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. പാപം എപ്പോഴും വേദനയാണ് തരുന്നത്. മാനവരാശിയുടെ പാപം മുഴുവൻ തന്മേൽ ഏറ്റെടുത്താൽ അത് എത്ര കഠിനമായ വേദനയായിരിക്കും ഉണ്ടാക്കുക. പിതാവേ, ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കട്ടെ. ഫാദർ, save me from what lies ahead. But that is the very reason why I came. പക്ഷേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ദൗത്യത്തിന് വേണ്ടിയാണല്ലോ. പിതാവേ, അങ്ങ് ഈ ലോകത്തെ, ഈ മാനവരാശിയെ എത്രമാത്രം സ്നേഹിച്ചു. അവർ ആരും നശിച്ചു പോകരുത്. അവർ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കണം എന്നാണല്ലോ അങ്ങയുടെ ആഗ്രഹം. അതിനായിട്ടാണല്ലോ അങ്ങ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കുവാൻ തയ്യാറാണ്. അത് നീങ്ങിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പിതാവേ, Father, bring glory and honor to thy name. അങ്ങയുടെ നാമം തന്നെ വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറപ്പെടട്ടെ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. Then a voice spoke from heaven saying, I have already done this and I will do it again. When the crowd heard the voice, some of them thought it was thunder, while others declared an angel had spoken to him. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി. കൂടിയിരുന്നവർ വിചാരിച്ചു ഇടിമുഴങ്ങുകയാണ് എന്ന്. ചിലർ പറഞ്ഞു, അല്ല, ഒരു ദൈവദൂതൻ യേശുവിനോട് സംസാരിച്ചതാകാം. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യന് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഈ വലിയ സംഗതി, ഈ ഭയങ്കരമായ വസ്തുത ജനത്തിന് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളത്താൽ മനസ്സിലാക്കി കൊടുത്തു. ഒരു വലിയ ഇടിമുഴക്കം കേട്ടു എന്ന് കൂടിയിരുന്നവർ പറയുന്നു. ദൈവശബ്ദം ഇങ്ങനെയാണ്: തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, വലിയ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ. മൃദുവായ ശബ്ദവുമുണ്ട്. ഏലിയാവ് കേട്ടതുപോലെ സ്റ്റിൽ സ്മോൾ വോയിസ്. എന്നാൽ ഇതൊന്നും മനുഷ്യൻ്റെ കർണപുടങ്ങൾക്ക് സാധാരണഗതിയിൽ കേൾക്കാത്ത വേവ് ലെങ്തിലുള്ള ശബ്ദങ്ങളാണ്. അതായത് 0 to 130 ഡെസിബിൾസിന് വെളിയിലാണ് ഈ ശബ്ദങ്ങളെല്ലാം. അതുകൊണ്ടാണ് നാം അത് കേൾക്കാത്തത് പലപ്പോഴും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നവർക്ക്, അതായത് നാം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഈ ശബ്ദത്തിനനുസരിച്ച് നമ്മുടെ കർണപുടങ്ങൾ സജ്ജമാക്കപ്പെടുന്നത്. Verses 30 and 31. Then Jesus told them, the voice was for your benefit, not mine. The time of judgment for the world has come, and the time when Satan, the prince of this world, shall be cast out. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാവുന്നു. Now is the judgment of this world. Now will the ruler of this world be cast out. ഇവിടെ ന്യായവിധി എന്ന വാക്കിന് വ്യത്യസ്തങ്ങളായ പല അർത്ഥതലങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ മീനിങ്സ്. ഒന്നാമതായി, ജഡ്ജിങ് സിൻ ആൻഡ് ഡിഫീറ്റിംഗ് ഈവിൾ. പാപത്തെയും സകല തിന്മയെയും വിധിക്കുക, തോൽപ്പിക്കുക. ഇപ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം, പാപവും പേറി പാപത്തിൽ തുടരണമോ അതോ പാപം ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിക്കണമോ എന്ന്. ഇത് ന്യായവിധിയുടെ കാലമാണ്. രണ്ടാമതായി, തന്നെ റിജക്റ്റ് ചെയ്ത യഹൂദ ജനതയ്ക്കുള്ള ന്യായവിധി. അവർക്ക് ചരിത്രത്തിൽ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. യേശുവിനെ റിജക്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ന്യായവിധിയുടെ കാലമാണ്. മൂന്നാമതായി, സാത്താന്റെ മേൽ ജയം നേടിയത്. ഇനി സാത്താനോ
പാപത്തിനോ നമ്മുടെ മേൽ അധികാരമോ കർത്തൃത്വമോ ഇല്ല. Now the ruler of this world will be cast out. നാലാമതായി, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ലോകത്തിനുള്ള ന്യായവിധി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ന്യായവിധി എന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശാണ്. ഈ ലോകത്തെ പാപത്താൽ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ആ സാത്താനെ അവൻ്റെ പദവിയിൽ നിന്നും അധികാരത്തിൽ നിന്നും മറിച്ചിട്ടു. The cross of Christ or the judgment dispossessed the ruler of this world, Satan. This Satan was keeping human race captive to death and grave. മരണാധികാരിയായിരുന്ന ഘോരനായ പിശാചിനെ യേശുവിൻ്റെ മരണത്താൽ നീക്കി. Thus death has lost its power to hurt those who by faith are crucified with Christ. Verse 32 നോക്കാം. And when I am lifted up, I will draw everyone to me. He said this to indicate how he was going to die. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. Jesus demonstrated his victory by rising from the dead. Jesus is our triumphant champion. ആ ഉയർപ്പ് അവനിൽ വിശ്വസിക്കുന്നവർക്കും യേശു നൽകി. പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. Jesus delivered us out of the domain of darkness. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ the devil was decisively condemned. അത് തന്നെയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യത്തിലും പറയുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു അഥവാ സാത്താൻ വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മെ ബോധം വരുത്തിയിരിക്കുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, യേശു അന്ന് പറഞ്ഞ ഈ വേദവചന ഭാഗത്തെ കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിപ്പാനുള്ളതും അതിലുണ്ട്. ഈ യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമോ? കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name.